തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തിൽ സർക്കാരിന് വിദഗ്ധ സമിതി റിപ്പോർട്ട് കൈമാറി. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നുപറച്ചിലിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകില്ല. എല്ലാ ആശുപത്രി കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സ്ഥാപന മേധാവികൾ ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറും. വിവരങ്ങളുമായി സൂര്യഗായത്രി ചെയ്യുന്നുണ്ട്. സൂര്യഗായത്രി, ഉപകരണക്ഷാമത്തിൽ സർക്കാരിന് വിദഗ്ധ സമിതി റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിന്റെ ഭാഗത്തെ അല്ലെങ്കിൽ തുറന്നു പറച്ചിൽ കടുത്തൊരു നടപടി ഉണ്ടാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഡോക്ടർ ഹാരിസ് ചിറക്കൽ വലിയ തരത്തിലുള്ള മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞതിന് ശേഷം അത് വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ആശുപത്രിയിലെ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ അത് വിവിധ ഇടങ്ങളിൽ നിന്നായിട്ട് ഉയർന്നത്. ഡോക്ടറുടെ തുറന്നു പറച്ചിലിന്റെ അടിസ്ഥാനത്തിലാണ് 4-അംഗ സമിതിയെ ഈ വിഷയം പഠിക്കുന്നതിനു വേണ്ടി സർക്കാർ തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. അത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നൽകിയ അല്ലെങ്കിൽ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച പരാതികളടക്കം പരിശോധിക്കുന്ന സംഘമാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. അതേസമയം തന്നെ ഹാരിസ് ചിറക്കലിനെതിരെ വലിയ തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർവീസ് ചട്ടലംഘനമാണ് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിനെതിരെ വലിയ നടപടികൾക്ക് സാധ്യതയില്ല. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ തുറന്നു പറച്ചിൽ നടത്തിയ ഡോക്ടർക്കെതിരെ എന്തെങ്കിലും കർശനമായിട്ടുള്ള നടപടികൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വീണ്ടും കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെക്കും എന്നുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് കോട്ടയം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉള്ളത്. അത് മാത്രമല്ല, ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇത്തരത്തിലൊരു പരാതി തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ഈ യൂറോളജി വിഭാഗത്തിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അത് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കില്ല എങ്കിൽ കൂടിയും സർവീസ് ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ വിദഗ്ധ സമിതി സർക്കാരിന് തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സർക്കാർ ആശുപത്രി കെട്ടിടങ്ങൾ പരിശോധിക്കുന്നതിനു വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് ശോചനീയാവസ്ഥയിലുള്ള ആശുപത്രി കെട്ടിടങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അത്തരത്തിലുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. അത് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ സ്ഥാപന മേലധികാരികളാണ് റിപ്പോർട്ട് തയ്യാറാക്കി ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് കൈമാറുന്നത്. ശോചനീയാവസ്ഥയിലുള്ള ഏതെങ്കിലും കെട്ടിടത്തിൽ ഇപ്പോഴും രോഗികളോ കൂട്ടിരിപ്പുകാരോ ഒക്കെ തന്നെ പാർക്കുന്നുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം തന്നെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം എന്നുള്ള നടപടികളൊക്കെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകി കഴിഞ്ഞതുമാണ്. അത്തരത്തിലുള്ള കെട്ടിടങ്ങളുടെ ഒക്കെ റിപ്പോർട്ട് ഇന്നിപ്പോൾ കിട്ടിയതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ വിമർശനങ്ങൾ ആരോഗ്യ വകുപ്പിന് എതിരെ ഇപ്പോൾ നടക്കുന്നുണ്ട്. കടുത്ത പ്രതിഷേധങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി സർക്കാരിന്റെ കൈകളിൽ ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പരിശോധന ശേഷം വരും ദിവസങ്ങളിൽ അറിയേണ്ടത്. തീർച്ചയായും സൂര്യഗായത്രി, അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യമാണ്. ആളിക്കത്തുന്ന പ്രതിഷേധമാണ് ഇന്നലെ അടക്കം നമ്മൾ കണ്ടത്. ഇന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കേരളത്തിൽ മുഴുവനും വലിയ പ്രതിഷേധം മന്ത്രി വീണ ജോർജിനെതിരെയും സർക്കാരിനെതിരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. തലസ്ഥാനത്തടക്കം സമരമുഖരിതമായിരുന്നു എന്ന് വേണം സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ BJPയും അതുപോലെ തന്നെ യൂത്ത് ലീഗും ഉൾപ്പെടെയുള്ളവർ, RYF ഉൾപ്പെടെയുള്ളവർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലേക്ക് കടുത്ത പ്രതിഷേധം ഉയർത്തി പ്രതിഷേധ മാർച്ചുമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, മന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ അനക്സിലെ ഓഫീസിലേക്കും മഹിളാ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്
എല്ലാവരും ഒരുപോലെ പറയുന്നത് മന്ത്രിയുടെ രാജി തന്നെയാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇന്നും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇന്നിപ്പോൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികളും അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും ഒക്കെ തന്നെ വലിയ പ്രതിഷേധം മന്ത്രിക്കെതിരെ ഉയർത്തുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ആരോപിക്കുന്നത് മന്ത്രിയാണ് അപകടത്തിന് കാരണമെന്നുള്ളത് തന്നെയാണ്. കെട്ടിടത്തിൽ ആളില്ല എന്നുള്ള മന്ത്രിയുടെ ഒറ്റ പ്രതികരണത്താലാണ് വേണ്ട വിധത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാതെ പോയത്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതുകൊണ്ടാണ് ബിന്ദു എന്ന സ്ത്രീ മരിച്ചത് എന്നുള്ള വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം CPM തന്നെ മന്ത്രിയുടെ രാജി ആവശ്യമില്ല എന്നുള്ള കാര്യം പറയുകയും മന്ത്രിയെ അനുകൂലിച്ച് രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർക്കാർ ഒന്നടങ്കം ആരോഗ്യ വകുപ്പിനെയും ആരോഗ്യമന്ത്രിയെയും സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം ഉൾപ്പെടെ കടന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കം അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിന്റെ തുടർ സമരപരിപാടികളും പ്രതിഷേധ മാർച്ചുമൊക്കെ അത് ഇന്നും തുടരുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് മന്ത്രിക്കും ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മന്ത്രി ഓഫീസിലേക്ക് പോകുമ്പോഴും തിരിച്ച് ഔദ്യോഗിക വസതിയിലേക്ക് പോകുമ്പോഴും ഒക്കെ തന്നെ പോലീസിന്റെ വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. മന്ത്രിക്കെതിരെ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസിന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ്. സ്വാഭാവികമായിട്ടും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കും സമരക്കാർ പ്രതിഷേധം നടത്തുന്നത്. കടുത്ത വിമർശനം മന്ത്രിക്കെതിരെയും ആരോഗ്യവകുപ്പിനെതിരെയും ഇപ്പോൾ ഉയരുന്നുണ്ട്. ശരി, സൂര്യഗായത്രി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തിൽ സർക്കാരിന് വിദഗ്ധ സമിതി റിപ്പോർട്ട് കൈമാറി. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നുപറച്ചിലിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകില്ല. എല്ലാ ആശുപത്രി കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സ്ഥാപന മേധാവികൾ ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറും.